കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. ഒരു നിമിഷം സാനിയോ തുടരണം. സൂരജ്, ഗുഡ് മോർണിംഗ് സൂരജ്. ഇപ്പോൾ സൂരജ് ഉന്നയിച്ചതുപോലെ, KSU ഉന്നയിച്ചതുപോലെ, പ്രതിപക്ഷം ആരോപിച്ചതുപോലെ MS സൊല്യൂഷൻസ് ചോദ്യം ചോർത്തി എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനും ഈ കേസ് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ വൈകി എന്നൊരു അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ സൂരജ്? തീർച്ചയായും കേസ് രജിസ്റ്റർ ചെയ്യാൻ ഏറെ വൈകിയിട്ടുണ്ട്. നമ്മൾ പരാതി കൊടുക്കുന്നത് 12-ാം തീയതി ക്രിസ്മസിന്റെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് ഉടനെയാണ് KSU പരാതി കൊടുക്കുന്നത് ഇതിൽ എക്സാം ചോർന്നിട്ടുണ്ട് എന്ന്. എന്നിട്ട് FIR ഇട്ട് കേസെടുക്കാനല്ല, ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഇതിങ്ങനെ ലേറ്റാക്കി കൊണ്ടുപോയത്. ഇത് MS സൊല്യൂഷൻ ഉൾപ്പെടെ മാത്രമല്ല മറ്റ് ട്യൂഷൻ സെന്ററുകളുടെയും തെളിവുകൾ ചുരുങ്ങിയത് കെമിസ്ട്രി പരീക്ഷയുടെ എങ്കിലും ചോദ്യപേപ്പർ ചോരില്ലായിരുന്നു അല്ലേ? ഇല്ല, ചോരിലായിരുന്നു. ഇന്നലെ ഇത് സർക്കാരിന് എന്താണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ നിലക്കി നിർത്താൻ 2023 ക്രിസ്മസ് പരീക്ഷ തൊട്ട് ഇന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ ഒന്ന് നിലക്കി നിർത്താൻ, ഇവർക്കൊന്ന് കേസെടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും ഇത് ചോരിലായിരുന്നു. ഇംഗ്ലീഷ് ചോദ്യപേപ്പർ ചോർന്നു, പിന്നീട് വീണ്ടും കെമിസ്ട്രി ചോരാനുള്ള സാഹചര്യം ഉണ്ടായി. ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ ഗവൺമെന്റ് ആണ്, തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റ് ആണ്. ഇത് വലിയ കുറ്റകൃത്യമാണ് ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് MS സൊല്യൂഷൻസ് മാത്രമല്ല മറ്റ് സംശയത്തിലുള്ള പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളെ കൂടി ഈ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണോ KSUവിന്റെ താല്പര്യം? തീർച്ചയായും ഇതൊരു MS സൊല്യൂഷൻ അല്ല. MS സൊല്യൂഷനിൽ തുടങ്ങി MS സൊല്യൂഷനിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് MS സൊല്യൂഷന്റെ CEO തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് സൈലത്തിൽ നിന്നാണെന്ന്. KSU മുമ്പേ പറഞ്ഞു സൈലവും MS സൊല്യൂഷനുമാണ് ഇത് ചോർത്തിയിരിക്കുന്നത്. ഈ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സൈലത്തിന്റെ യൂട്യൂബ് സംരക്ഷണം കൂടി പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ചും ബന്ധപ്പെട്ട വകുപ്പുകളും തയ്യാറാണ്. അപ്പോൾ ഇതിലെ ഗൂഢാലോചന ചോർത്തലുണ്ടോ എന്ന് പരിശോധിക്കണം. താങ്കൾ തുടരണം ഒരു നിമിഷം. ഇപ്പോൾ